ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഉറക്കത്തിൽ ഉണ്ടാകുന്ന കൂർക്കം വലി ഇന്ന് ചെറുപ്പക്കാർക്കും വയസ്സായവർക്കും ഒരുപോലെ ഉണ്ടാകുന്ന പ്രശ്നമാണ്. കുട്ടികളിൽ പോലും ഇന്ന് കൂർക്കം വലി ശല്യം പലരിലും കണ്ടുവരുന്നുണ്ട്. പലപ്പോഴും ഈ അമിതമായിട്ടുണ്ടാകുന്ന കൂർക്കം വലി മുറിയിൽ കിടക്കുന്ന മറ്റുള്ളവർക്ക് ഉറക്കത്തിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുമെന്നുള്ളതല്ലാതെ ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പലർക്കും വലിയ അറിവില്ല. കൂർക്കം വലി ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നും ഇത് മാനേജ് ചെയ്യേണ്ട കാരണങ്ങളെക്കുറിച്ചും ഞാൻ ഓൾറെഡി ഇതിനു മുൻപ് ഒരു വീഡിയോ ചിത്രം ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇന്ന് കൂർക്കം വലി ഉണ്ടാക്കുന്ന പ്രോബ്ലംസ് എന്തെല്ലാമാണെന്നും വീട്ടിൽ തന്നെ നമുക്ക് കൂർക്കം വലി സിമ്പിളായിട്ട് പരിഹരിക്കാനുള്ള ചില മാർഗ്ഗങ്ങളും ഞാൻ വിശദീകരിക്കാം. ഇത് വളരെ ഫലപ്രദമായിട്ടുള്ള ചില മാർഗ്ഗങ്ങളാണ്. കൂർക്കം വലിയുള്ള നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ അതേപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നിർബന്ധമായിട്ടും നിങ്ങളത് ഷെയർ ചെയ്ത് അവരെ ഈ ഇൻഫർമേഷൻ അറിയിക്കുക. കൂർക്കം വലി ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ തൊണ്ടയിലെ മസിലുകളുടെ ടോൺ നഷ്ടപ്പെടുന്നത്, അതായത് മസിലുകൾ അമിതമായിട്ട് റിലാക്സ് ആയി പോകുന്ന ഒരവസ്ഥയാണ്. പലപ്പോഴും നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഈ മസിലുകൾ പതിവിൽ കൂടുതലായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന, അതായത് ഇവ വിറയ്ക്കുന്ന ആ ഭാഗത്തുള്ള മസിലുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് നമുക്ക് കൂർക്കം വലിയായിട്ട് അനുഭവപ്പെടുന്നത്. അമിതമായിട്ട് ഇത്തരത്തിൽ കൂർക്കം വലിക്കുമ്പോൾ ഇത് നമ്മൾ ശ്വാസം എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുകയും രക്തത്തിൽ ഓക്സിജന്റെ അളവ് അമിതമായിട്ട് കുറഞ്ഞു പോവുകയും ചെയ്യും. കൂർക്കം വലിക്കുന്ന എല്ലാവരെയും നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ക്രമേണ ചെറുതായിട്ട് കൂർക്കം വലിയുടെ ശബ്ദം തുടങ്ങി നല്ല ഉച്ചസ്ഥായിലേക്ക് എത്തുന്നു. അത് കഴിഞ്ഞ് കുറച്ച് സെക്കൻഡുകളത്തേക്ക് സൈലൻസ് ആണ്. ഈ സൈലൻസ് കഴിഞ്ഞ് വീണ്ടും ചെറുതായിട്ട് കൂർക്കം വലിച്ചു തുടങ്ങുന്നു. ഇത്തരത്തിൽ ഇടയ്ക്ക് വരുന്ന ഈ സൈലൻസ് നിശബ്ദമായിരിക്കുന്ന സമയം രക്തത്തിൽ ഓക്സിജൻ പൂർണ്ണമായും കിട്ടാതെ നമ്മുടെ ശ്വാസോച്ഛ്വാസം നിൽക്കുന്ന കുറച്ച് സെക്കൻഡുകളാണ്. അത് കഴിയുമ്പോൾ ആൾ പെട്ടെന്ന് ഉണരുകയും വീണ്ടും ശ്വാസോച്ഛ്വാസം നടക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ഇടയ്ക്ക് ഉണരുന്നത് നമ്മുടെ ഹൃദയത്തിനുൾപ്പെടെ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും ഒരു ശരിയായിട്ടുള്ള ഒരു റെസ്റ്റ് കിട്ടാത്ത ഒരു അവസ്ഥ വരാം. ഇത് കാരണം ഹൃദയത്തിന് അമിതമായിട്ട് ഹൃദയമിടിപ്പ് കൂടുന്ന ഒരവസ്ഥ വരാം. ശരീരത്തിൽ രക്തചംക്രമണത്തിൽ വ്യത്യാസം വരാം. രക്തസമ്മർദ്ദം ഉയർന്നു വരാറുണ്ട്. അതേപോലെ കരളിന്റെ പ്രവർത്തനം ചെറുതായിട്ട് താളം തെറ്റുന്നു. അമിതവണ്ണം വരാനുള്ള സാധ്യതയുണ്ട്. ഫാറ്റി ലിവർ വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് രാത്രി മൂത്രമൊഴിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി കണ്ടുവന്ന് വരാം. അമിതവണ്ണത്തിന്റെ ഫലമായിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് വന്ധ്യത പോലുള്ള കുട്ടികൾ ഉണ്ടാകാത്ത ഒരവസ്ഥയിലേക്ക് പോകാം. പിന്നെ തുടർന്ന് ശരീരത്തിന് പലവിധ കോംപ്ലിക്കേഷന് സാധ്യതയുണ്ട് എന്ന് അർത്ഥം. കുട്ടികൾക്ക് ഈ ഉണ്ടാകുന്ന കൂർക്കം വലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവർക്ക് അഡിനോയിഡ്സ്, മൂക്കിനകത്ത് കാണുന്ന ഒരു ചെറിയ ഗ്രന്ഥി അമിതമായിട്ട് വിങ്ങിയാലോ, ടോൺസിലുകൾ വല്ലാണ്ട് വീങ്ങി തുടർച്ചയായിട്ട് തൊണ്ടവേദന വരുന്ന കുട്ടികൾക്കോ കൂർക്കം വലി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, അലർജി രോഗമുള്ളവർക്കോ ആസ്മ പോലുള്ള രോഗങ്ങളുള്ളവർക്കോ വിട്ടുമാറാതെ ചുമയുള്ള കുട്ടികൾക്കോ കൂർക്കം വലി കണ്ടുവന്ന് വരാം. തീർന്നില്ല, ഏറ്റവും കൂടുതൽ കൂർക്കം വലി കുട്ടികളിലും മുതിർന്നവരിലും ഉണ്ടാക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് പൊണ്ണത്തടിയാണ്, അമിതവണ്ണമാണ്. അമിതവണ്ണമുള്ള ആൾക്കാരിൽ 90%-നും കൂർക്കം വലി അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, അവരോട് കുടുംബത്തിലെ ആൾക്കാരോട് ചോദിച്ചു നോക്കി, അവർക്ക് കൂർക്കം വലി ഉണ്ടായിരിക്കും. കൂർക്കം വലി ഉണ്ടാകുന്നതിൻ്റെ മറ്റു കാരണങ്ങൾ മുതിർന്നവരിലുള്ളത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോണൽ വേരിയേഷൻ ഉണ്ടെങ്കിലോ, ഇല്ലെങ്കിൽ അലർജി രോഗമുള്ളവർക്കോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യായാമമില്ലാത്ത ശീലമുള്ളവരാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂക്കടപ്പ്, പതിവായിട്ട് മൂക്കിൻ്റെ പാലത്തിന് ചെറിയ വളവുണ്ടെങ്കിലോ, തുമ്മൽ, ജലദോഷം പോലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് കൂർക്കം വലി കാണാനുള്ള സാധ്യതയുണ്ട്. ഇനി കൂർക്കം വലി നിങ്ങൾക്കുണ്ടെങ്കിൽ തന്നെ ഇത് മാനേജ് ചെയ്യുന്നതിന്, പരിഹരിക്കുന്നതിന് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന മാർഗങ്ങൾ ഞാൻ വിശദീകരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ കിടക്കുന്ന പൊസിഷനാണ്. പലപ്പോഴും നമ്മൾ നിവർന്ന് കിടന്ന് ഉറങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്. നിവർന്ന് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ തൊണ്ടയിലെ മസിലുകൾ കൂടുതൽ ലൂസായി പോകുന്നതിനും നമ്മുടെ നാവ് താഴേക്ക്, ഉറക്കത്തിൽ താഴേക്ക് ഇറങ്ങി നമ്മുടെ ശ്വാസനാളത്തിൽ ചെറിയ ബ്ലോക്ക് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കിടന്നുറങ്ങുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പൊസിഷൻ, ഇടത്തോട്ടോ വലത്തോട്ടോ ചരിഞ്ഞു കിടന്ന് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഉറങ്ങുമ്പോൾ നിങ്ങൾ തലയണ ഉപയോഗിക്കുന്ന, അധികം ഹൈറ്റ് ഇല്ലാത്ത ഒരു ചെറിയ തലയണ ഉപയോഗിച്ച് നിങ്ങളുടെ തല ഒരല്പം പൊക്കി വയ്ക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്ന് പറയുന്നത്, നമ്മൾ ചരിഞ്ഞു കിടന്ന് ഈ തല നമ്മുടെ കറക്റ്റ് പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തല ഒരല്പം ഉയർന്നിരിക്കുകയും മുഖം ഒരല്പം താഴേക്ക് ചരിഞ്ഞ് ഇരിക്കുകയും ചെയ്യുന്നത്, അതാണ് കറക്റ്റ് പൊസിഷൻ. ഇത് നമ്മുടെ തൊണ്ടയിലെ മസിലുകൾ അത്യാവശ്യം നോർമൽ പോസ്ചറിൽ ഇരിക്കാനും കൂടുതൽ റിലാക്സ് ആയിപ്പോയി തൊണ്ടയിൽ അടയാനുമുള്ള സാധ്യത കുറഞ്ഞു വരുന്നു. ഇനി നിങ്ങൾക്ക് കഴുത്തിന് എല്ല് തേയ്മാനമോ ഇല്ലെങ്കിൽ കഴുത്ത് വേദന വരുന്ന ആൾക്കാരോ ആണെങ്കിൽ നിങ്ങൾക്ക് ഉയരമുള്ള ഒരു തലയണ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. അങ്ങനെയുള്ളവർ ഒരു ബെഡ്ഷീറ്റിനെ 4ആയിട്ട് മടക്കി എത്ര ഉയരം വരുമോ ആ ഉയരത്തിൽ നിങ്ങൾ വച്ചിട്ട് തല വച്ച് ചരിഞ്ഞു കിടക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. തല ഒരുപാട് ഉയർന്നിരിക്കുന്നതോ ഒരുപാട് താഴ്ന്നിരിക്കുന്നതോ അത്ര നല്ല കാര്യമല്ല. ഇനി
നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വിശദീകരിക്കാം. എപ്പോഴും രാത്രി കിടക്കുന്നതിന് മുമ്പ് രാത്രി മദ്യം കഴിക്കുന്നവർ, പ്രത്യേകിച്ച് 6 മണിക്ക് ശേഷം മദ്യമോ ബിയറോ പോലുള്ള ബിവറേജുകൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കൂർക്കം വലി ഉണ്ടാകുന്നതിന് കാരണമാകും. അത് നിങ്ങളുടെ കഴുത്തിലെ മസിലുകളെ അമിതമായി റിലാക്സ് ചെയ്യിക്കുന്നതിനും നിങ്ങൾക്ക് കൂർക്കം വലി ഉണ്ടാകുന്നതിനും കാരണമാകും. ഇതേപോലെ തന്നെ സ്ലീപ്പിംഗ് പിൽസ്, ഉറക്ക ഗുളികകൾ പതിവായിട്ട് ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട് സെഡേറ്റീവ്സ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്കും കഴുത്തിലെ മസിലുകൾ റിലാക്സ് ആകാനും കൂർക്കം വലി ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതേപോലെ അമിതമായിട്ട് അസിഡിറ്റി ഉള്ളവർ, നെഞ്ചരിച്ചിൽ പോലെ പുളിച്ചു തേട്ടൽ പോലുള്ള പ്രശ്നമുള്ളവരാണെങ്കിൽ അവർക്ക് ഈ തൊണ്ടയിലേക്ക് രാത്രി കിടക്കുന്ന സമയത്ത് വയറിൽ നിന്നും ആസിഡ് മുകളിലേക്ക് കയറി വന്ന് നമ്മുടെ ശ്വാസനാളത്തിലെ മസിലുകളെ ഇറിറ്റേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത്തരക്കാർ നിർബന്ധമായിട്ടും രാത്രി ഭക്ഷണം ഒരു 6:30-7 മണിക്ക് മുൻപ് അവസാനിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിർബന്ധമായിട്ടും വൈകുന്നേരം കുറച്ച് സമയം വ്യായാമം ചെയ്യാനും ശ്രമിക്കുക. ഇത് അവർക്ക് അസിഡിറ്റി കുറയാനും ഈ തൊണ്ടയ്ക്കുള്ള ഇറിറ്റേഷൻ കുറയാനും കൂർക്കം വലി കുറഞ്ഞു വരാനും സഹായിക്കും. പലപ്പോഴും അലർജി രോഗമുള്ളവർ, ജലദോഷം, തുമ്മല്, മൂക്കടപ്പ് പോലുള്ള ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇവർ രാത്രി കിടക്കുന്ന സമയത്ത് മുറിയിലെ പൊടി അടിച്ചു കറങ്ങി മൂക്കിൽ കയറിയിട്ട് അവർക്ക് മൂക്കിന് ഇറിറ്റേഷനും മൂക്കടപ്പും കൂർക്കം വലിയും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരക്കാർ ചെയ്യേണ്ടത് അവരുടെ ബെഡ്റൂമിലെ പൊടി കൃത്യമായിട്ട്, പ്രത്യേകിച്ച് ഫാനിലെ എല്ലാം പൊടി കൃത്യമായിട്ട് അടിച്ച് തൂത്ത് വൃത്തിയാക്കുന്നത് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ കഴിയുന്നത്ര ഫാനിൻ്റെ താഴെ, അതായത് ഫാനിൻ്റെ കാറ്റ് നേരിട്ട് മുഖത്തടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത്, അല്പം മാറിക്കിടക്കുന്നത് നന്നായിരിക്കും എപ്പോഴും. അതേപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുൻപ് അവർ ഒന്ന് ആവി പിടിക്കുന്നതായിരിക്കും. വെറും വെള്ളത്തിൽ ആവി പിടിക്കുകയോ അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് യൂക്കാലിപ്റ്റസ് ഓയിൽ ഒഴിച്ചിട്ട്, അല്ലെങ്കിൽ യൂക്കാലിപ്റ്റസിൻ്റെ അതിൻ്റെ ചാറ് ഒഴിച്ചിട്ട്, അല്ലെങ്കിൽ 2-3 യൂക്കാലിപ്റ്റസിൻ്റെ ഇല ചതച്ചിട്ടിട്ട് ആവി പിടിക്കുന്നത് നല്ലതാണ്. മൂക്കടപ്പൊന്ന് കുറഞ്ഞു വരുന്നതിന് സഹായിക്കും. അതല്ലെങ്കിൽ വീട്ടിൽ ഈ പൊടിപ്പിച്ച മഞ്ഞളുണ്ടെങ്കിൽ 2 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ മഞ്ഞളിൻ്റെ പൊടി ഇട്ടിട്ട് നിങ്ങൾ ആവി പിടിച്ചാലും നിങ്ങളുടെ മൂക്കടപ്പ് കുറയാനും രാത്രി ഉറക്കത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് കുറഞ്ഞു വരാനും സഹായിക്കും. ഇനി നമ്മുടെ ഈ കൂർക്കം വലി പരിഹരിക്കുന്നതിന് വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന ചില സിമ്പിൾ ടെക്നിക്കുകൾ ഞാൻ വിശദീകരിക്കാം. ഇത് വളരെ ഫലപ്രദമാണ് എന്ന് ക്ലിനിക്കുകളിൽ പ്രൂവ് ചെയ്യപ്പെട്ടതാണ്. ഇത് നിങ്ങൾ കൂർക്കം വലിയുള്ളവർ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ടതാണ്. ഒന്നാമത്തത് നമ്മുടെ കഴുത്തിൻ്റെ മസിലുകൾക്ക് ചെയ്യുന്ന വ്യായാമമാണ്, നെക്ക് എക്സസൈസ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനിവിടെ കാണിക്കാം. നിങ്ങൾ തല നോർമലി നിന്നതിന് ശേഷം താഴേക്ക് കുനിക്കുക, നെഞ്ച് വരെ മുട്ടിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നോർമലാക്കിയിട്ട് ഇടതുവശത്തേക്ക് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക, വീണ്ടും നോർമലാകുക. വലതുവശത്തേക്ക് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക, നോർമലാകുക. ഈ വ്യായാമം നമ്മുടെ കഴുത്തിൻ്റെ എക്സസൈസാണ്. ഇത് നിങ്ങൾ ഒരു ദിവസത്തിൽ 5 മുതൽ 10 തവണ വരെ ആവർത്തിക്കുക. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ചെയ്യുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ വൈകുന്നേരം എല്ലാ ജോലികളും കഴിഞ്ഞതിന് ശേഷം ഇത് ചെയ്യുന്നത് കഴുത്തിലെ മസിലുകളുടെ ടോൺ ഒന്ന് മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. രണ്ടാമത്തത്, നമ്മുടെ കഴുത്തിലെ മസിലുകൾ, പ്രത്യേകിച്ച് ഈ ക്ലാവിക്കിളിൻ്റെ ഭാഗത്ത്, നമ്മുടെ തോളലിൻ്റെ ഭാഗത്തുള്ള മസിലുകളെ ഒന്ന് അതിൻ്റെ ടോൺ ഒന്ന് നോർമലാക്കി നമ്മുടെ ശ്വാസനാളം ഒന്ന് സ്ട്രെയിറ്റ് ആക്കാനുള്ള വ്യായാമമാണ്. ശ്രദ്ധിക്കുക. നമ്മുടെ കൈകൾ രണ്ടും നമ്മുടെ ഈ ഷോൾഡറിൽ പിടിച്ച് ഇരു കൈകളും നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഇരുവശങ്ങളിലേക്കും നിവർത്തി പിടിക്കുക. അതിനുശേഷം ശ്വാസം പൂർണ്ണമായിട്ടും മൂക്ക് വഴിക്ക് ഉള്ളിലേക്ക് വലിക്കുക. ഒരു 5 സെക്കൻഡ് കൊണ്ട് വലിക്കുക. അതിനുശേഷം ഒരു 3 സെക്കൻഡ് 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ക്രമേണ പുറത്തേക്ക് വിടുക. നോക്കുക, ശ്രദ്ധിക്കുക. ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ക്രമേണ പുറത്തേക്ക് വിടുക. ഈ വ്യായാമം നിങ്ങൾ ഒരു 5 തവണ നിങ്ങൾ ആവർത്തിക്കുക. ഇത് നമ്മുടെ ശ്വാസകോശത്തിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ കഴുത്തിലെയും ഈ ഭാഗത്തെയും മസിലുകൾ ഒന്ന് ടോൺഡ് ആകുന്നതിന് സഹായിക്കുന്നതാണ്. നിങ്ങൾക്ക് രാവിലെയോ വൈകുന്നേരമോ ഈ വ്യായാമങ്ങൾ ആവർത്തിക്കുന്നത് നല്ലതാണ്. ഇത് തൊണ്ടയിൽ മാത്രമല്ല, നമുക്ക് റെസ്പിറേറ്ററി ട്രാക്റ്റിൽ എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പലപ്പോഴും രാത്രി കിടക്കുമ്പോൾ ഇടവിട്ട് ചുമ, ഇറിറ്റേഷൻ വരുന്നവർക്കും ഞാൻ ഈ പറഞ്ഞ വ്യായാമം നല്ലതാണ്. ഇനി പറയാൻ പോകുന്ന വ്യായാമങ്ങൾ നമ്മുടെ ഓറോഫാരിങ്സിന്റെ ഭാഗത്തുള്ള മസിലുകളെ ടൈറ്റൻ ചെയ്യാവുന്ന വ്യായാമങ്ങളാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഒന്നാമത്തെ വ്യായാമം എന്ന് പറയുന്നത്, നിങ്ങൾ നോർമലി നിന്നതിന് ശേഷം, ഇത് രാത്രിയോ രാവിലെയോ ചെയ്യാവുന്നതാണ്. നോർമലി നിന്നതിന് ശേഷം നിങ്ങളുടെ നാവ് മുകളിലോ താഴെയോ മുട്ടിക്കാതെ പരമാവധി സ്ട്രെയിറ്റ് ആയിട്ട് മുന്നിലേക്ക് തള്ളുക. എന്നിട്ട് ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 5 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം റിലാക്സ് ചെയ്യുക. ഇത് നിങ്ങളുടെ തൊണ്ടയിലെ മസിലുകൾ നിങ്ങൾക്ക് ടൈറ്റ് ആകുന്നത് കൃത്യമായിട്ട് മനസ്സിലാകും. ഇത് 3 തവണ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ചെയ്യാവുന്നതാണ്. ക്രമേണ ഇവയുടെ എണ്ണം, നിങ്ങൾ ഈ ചെയ്യുന്നതിൻ്റെ എണ്ണം 10 തവണയായിട്ട് വർദ്ധിപ്പിക്കുക. ദിവസവും ഇത് ചെയ്യുന്നത് നല്ലതാണ്. ശ്രദ്ധിക്കുക.
5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് നിങ്ങൾ തിരിച്ച് ചെയ്യുക. ഇത് നിങ്ങൾ ഒരു ദിവസം 10 തവണ വരെ ആവർത്തിക്കാൻ ശ്രമിക്കുക. നമ്മുടെ കഴുത്തിലെ മസിലുകൾ ടൈറ്റ് ആകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ വ്യായാമം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ നാക്ക് നിങ്ങൾ പുറത്തേക്ക് നീട്ടുന്നതിന് പകരം മുകളിലത്തെ ഭാഗത്ത് അണ്ണാക്കിൽ മാക്സിമം ചേർത്ത് മുകളിലേക്ക് പിടിക്കുക. അത് നിങ്ങളൊരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഗ്രാജുവലി റിലാക്സ് ചെയ്യുക. വീണ്ടും തുടർച്ചയായിട്ട് 10 തവണ വരെ ദിവസത്തിൽ ഇത് ആവർത്തിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, മുകളിൽ നിങ്ങൾ ടച്ച് ചെയ്ത് പിടിക്കുക നാക്ക്. ഇത് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളിത് ചെയ്ത് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചിത് ഫോഴ്സ് കൊടുത്ത് ചെയ്യാം. പരമാവധി നാവ് ഉപയോഗിച്ച് അണ്ണാക്കിനെ മുകളിലേക്ക് തള്ളാൻ ശ്രമിക്കുക. എന്നിട്ട് അങ്ങനെ ഒരു 5 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുക. അത് കുറച്ചുകൂടി സ്ട്രെയിൻ ആയിട്ട് നിങ്ങൾ ചെയ്യുക. നാക്ക് ശക്തിയായിട്ട് മുകളിലേക്ക് തള്ളുക. നാക്ക് ഉപയോഗിച്ച് മുകളിലേക്ക് നിങ്ങൾ തള്ളിപ്പിടിക്കുക. അതിനുശേഷം അത് റിലാക്സ് ചെയ്യുക. അതേപോലെ തന്നെ നാവ് നിങ്ങൾ താഴേക്ക് പരമാവധി താഴേക്ക് മുട്ടിക്കാൻ ശ്രമിക്കുക. ലോവർ ഫ്ലോറിൽ മുട്ടിച്ച് നിങ്ങളൊരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഗ്രാജുവലി റിലാക്സ് ചെയ്യുക. ഇതൊരു 10 തവണ നിങ്ങൾ ആവർത്തിക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ തന്നെ മറ്റൊരു വ്യായാമം ഞാൻ വിശദീകരിക്കാം. നിങ്ങളുടെ നാവ് നിങ്ങൾ വലതുവശത്തേക്ക് വളച്ച് നിങ്ങളുടെ വലത് കവിളിൽ പുറത്തേക്ക് പരമാവധി തള്ളിപ്പിടിക്കുക. അതേസമയം നിങ്ങളുടെ 2 വിരലുകൾ ഉപയോഗിച്ച് ആ തള്ളുന്ന ഭാഗത്തെ നിങ്ങൾ അകത്തേക്ക് പ്രഷറൈസ് ചെയ്യുക. ഇത് നാവിന് കൊടുക്കുന്ന ഒരു വ്യായാമവും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ഓറോഫാരിങ്സിലെ മസിലിന് നൽകുന്ന വ്യായാമമാണ്. 5 സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം റിലാക്സ് ചെയ്യുക. അത് ഒരു 10 തവണ ചെയ്യുക. അതിനുശേഷം ഇടതുവശത്തെ കവിളിൽ നിങ്ങൾ നാവ് കൊണ്ട് പ്രഷറൈസ് ചെയ്യുക. നിങ്ങളൊരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. വീണ്ടും റിലാക്സ് ചെയ്യുക. ഞാനത് കാണിക്കാം. ഇത് നിങ്ങൾക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഇതും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇനി ചെയ്യാൻ പോകുന്ന വ്യായാമം ശ്രദ്ധിക്കുക. നിങ്ങളുടെ നാവ് മുകളിലേക്ക് അണ്ണാക്കിലേക്ക് മാക്സിമം മുകളിലേക്ക് പിടിച്ചതിന് ശേഷം ഉള്ളിലേക്ക് സക്ക് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ മുകളിൽ ഇങ്ങനെ മുട്ടിച്ചതിന് ശേഷം ഉള്ളിലേക്ക് നിങ്ങൾ മാക്സിമം ഉള്ളിലേക്ക് പ്രഷറൈസ് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും വലിച്ചു കുടിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ സക്ക് ചെയ്യത്തില്ലേ, ആ ഒരു ശ്രമം നടത്തുക. കൃത്യമായിട്ട് നിങ്ങളുടെ അണ്ണാക്കിൻ്റെ പുറകു ഭാഗത്തേക്ക് നാക്ക് വന്ന് മുട്ടി പ്രഷർ കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശ്രദ്ധിക്കുക. വാ തുറന്നിട്ടോ വാ അടച്ചിട്ടോ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഒരുപക്ഷെ വീട്ടിലിരിക്കുന്ന സമയത്തോ TV കാണുന്ന സമയത്തോ ഇത് ചെയ്യാവുന്നതാണ്. 5 സെക്കൻഡ് നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുക. അതിനുശേഷം റിലാക്സ് ചെയ്യുക. ഇതേപോലെ തന്നെ നിങ്ങൾക്കൊരു സ്പൂൺ എടുത്ത് കയ്യിൽ നിങ്ങളുടെ വായോട് ചേർത്ത് പിടിച്ചിട്ട് നാവ് കൊണ്ട് സ്പൂണിനെ ശക്തിയായിട്ട് പുറത്തേക്ക് തള്ളാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ വിരലുകൾ കൊണ്ട് കാണിക്കുക. ഈ വിരൽ സ്പൂണാണെന്ന് സങ്കല്പിക്കുക. പരമാവധി നമ്മുടെ സ്പൂണ് വായിലേക്ക് ചേർത്ത് വെച്ച് സ്പൂണിനെ നിങ്ങൾ നാവ് കൊണ്ട് പുറത്തേക്ക് തള്ളാൻ ശ്രമിക്കുക. നിങ്ങളൊരു 5 സെക്കൻഡ് അങ്ങനെ തള്ളുക. അത് കഴിഞ്ഞ് റിലാക്സ് ചെയ്യുക. വീണ്ടും നിങ്ങൾ ഈ വ്യായാമം ആവർത്തിക്കുക. 10 തവണ നിങ്ങൾക്ക് ഈ വ്യായാമം ആവർത്തിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ 2-3 ശബ്ദം ഉണ്ടാക്കുക വഴിക്ക് നിങ്ങളുടെ ഓറോഫാരിങ്സിന് എങ്ങനെ വ്യായാമം നൽകാമെന്ന് വിശദീകരിക്കാം. നിങ്ങൾ പാട്ട് പാടുന്നത് പോലെ വളരെ ചെറിയ ശബ്ദത്തിൽ നമ്മളിങ്ങനെ എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ നാവ് പരമാവധി താഴെ പുറകിലത്തെ ഭാഗത്തേക്ക് പ്രസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിങ്ങനെ നാക്ക് താഴ്ത്തി പറഞ്ഞിട്ടാണ് എന്ന് പറയുന്നത്. അത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കവിളുകൾ പരമാവധി 2 സൈഡിലേക്കും വലിഞ്ഞുകൊണ്ട് ഇത് ഒരു 5 സെക്കൻഡ് എന്ന് പറയുക. അതിനുശേഷം നിങ്ങൾ ഒരു മിനിറ്റ് വരെ റിലാക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അത് ആവർത്തിക്കുക. അത് കഴിഞ്ഞിട്ട് ചുണ്ടുകൾ കൂർപ്പിച്ചുകൊണ്ട് എന്ന് പറയുക. ഇതൊരു 5 സെക്കൻഡ് ചെയ്യുക. അത് കഴിഞ്ഞ് റിലാക്സ് ചെയ്യുക. ഓരോ തവണ ചെയ്യുമ്പോഴും നിങ്ങളുടെ നാവിരിക്കുന്ന പൊസിഷനും നിങ്ങളുടെ തൊണ്ടയുടെ ആ ഒരു മസിൽ ടൈറ്റനിങ് ആകുന്നതും നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾക്ക് തൊണ്ടയ്ക്ക് വരുന്ന ടൈറ്റ്നെസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അവസാനത്തെ വ്യായാമം എന്ന് പറയുന്നത്, നമ്മൾ പല്ലുകളും കൂടെ മുകളിലത്തെയും താഴത്തെയും പല്ലുകൾ ചേർത്ത് പിടിച്ചതിന് ശേഷം നാവ് ഉപയോഗിച്ച് നമ്മൾ പല്ലുകളെ പരമാവധി പുറത്തേക്ക് തള്ളാൻ ശ്രമിക്കുക. അങ്ങനെ പുറത്തേക്ക് തള്ളിക്കൊണ്ട് നമ്മൾ കുടിനീര് ഇറക്കുക, അതായത് ഉമിനീര് ഇറക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ കാണിച്ചു തരാം. അത് അത്ര എളുപ്പമല്ല, ശ്രദ്ധിക്കുക. നാവ് കൊണ്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ അതേസമയം ഉമിനീര് ഇറക്കുക.
നമ്മുടെ ഇവിടുത്തെ മസിലുകൾ ടൈറ്റ് ആകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് ഒരു 5 തവണ ആവർത്തിക്കുക. ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അല്പം എളുപ്പമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നാലോ ഇതേ വ്യായാമം തന്നെ ഒരു അല്പം പൊസിഷൻ മാറ്റി ചെയ്യാവുന്നതാണ്. അതായത് തല അല്പം ഇങ്ങനെ പരമാവധി കുനിച്ചു പിടിച്ചതിന് ശേഷം നിങ്ങൾ മുകളിലത്തെയും താഴത്തെയും പല്ലുകൾ ചേർത്ത് പിടിക്കുക. നാവ് കൊണ്ട് പുറത്തേക്ക് ക്രമേണ തള്ളിക്കൊണ്ട് നിങ്ങൾ ഉമിനീരിറക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ കുനിഞ്ഞ് ഉമിനീരിറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് ഉമിനീരിറക്കാൻ പറ്റും. ഈ വ്യായാമത്തിൻ്റെ തന്നെ ഏറ്റവും കടുപ്പമേറിയ ഒരു വർഷം ഞാനിനി കാണിച്ചു തരാം. നിങ്ങൾ പല്ലുകൾ ചേർത്ത് പിടിച്ച് നാവ് തള്ളിക്കൊണ്ട് പരമാവധി മുകളിലേക്ക് തല സ്ട്രെച്ച് ചെയ്യുക. തല സ്ട്രെച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഉമിനീരിറക്കാൻ ശ്രമിക്കുക. അതത്ര എളുപ്പമല്ല. നിങ്ങൾക്കിവിടെ മസിലുകൾ വലിഞ്ഞു മുറുകുന്നത് കാണാം. ഈ വ്യായാമം നിങ്ങളിങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ച് ഒരു 3 തവണ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കിവിടെ മസിൽ വളരെയധികം ടൈറ്റ് ആകുന്നത് മനസ്സിലാവും. ഇത് ആദ്യത്തെ ദിവസങ്ങളിൽ നിങ്ങൾ 1 തവണ ചെയ്യുക. പിന്നെ ക്രമേണ 2 3 തവണ ഈ വ്യായാമം ആവർത്തിക്കുക. ചിലർക്ക് ഈ ഭാഗത്തെ മസിലുകൾക്ക് ഈ വ്യായാമം ചെയ്യുമ്പോൾ വേദന വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട, നേരെ നിന്നിട്ടോ അല്ലെങ്കിൽ കുനിഞ്ഞു നിന്നിട്ടോ ഈ വ്യായാമം ചെയ്താൽ മതിയാവും. ഞാനിവിടെ വിശദീകരിച്ച വ്യായാമങ്ങൾ കൂർക്കമ്പലി ഉള്ളവർക്ക് വളരെ ഫലപ്രദമാണ്. കൂർക്കമ്പലിക്ക് മാത്രമല്ല, അലർജി രോഗമുള്ള, മൂക്കടപ്പുള്ള, ഉറങ്ങുമ്പോൾ ശബ്ദം കേൾക്കുന്ന, ഉറക്കത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ വ്യായാമങ്ങൾ വളരെ ഫലപ്രദമാണ്. നിങ്ങൾ ചെയ്യുന്ന ചികിത്സയോടൊപ്പമോ അല്ലാതെയോ നിങ്ങൾക്ക് ഈ വ്യായാമങ്ങൾ സിമ്പിളായിട്ട് ആരുടെയും സഹായമില്ലാതെ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കൂർക്കം വലിയുള്ള എല്ലാ സുഹൃത്തുക്കളുടെയും എല്ലാ കുടുംബങ്ങളുടെയും അറിവിലേക്കായിട്ട് ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്യുക. ഡെഫിനറ്റ്ലി അവരെ ഒരുപാട് രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.